ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കമന്റ് നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ആണ്, ഞാൻ സ്ക്രീനിൽ വെക്കാം. അപ്പൊ എന്താന്നുള്ളത് ബാബു ഒന്ന് വായിച്ചാ. ബാബു റിയാക്ഷൻ മാത്രമല്ല, ഒരു വർഗീയവാദിക്കുള്ളൊരു മറുപടി കേട്ടോ. അത് ഇങ്ങനത്തെ കമന്റൊക്കെ എന്തിനാ നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് അടിക്കണേ? ഞാൻ വായിച്ചത് കേട്ടോ. അതായത് ഇത് ഉണ്ടാകാനുള്ള കാരണം പറയാം, ഞങ്ങൾ ഒരു മറ്റേ ഓണം ഷൂട്ട് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് മറ്റേ ഓണത്തിന്റെ യാതൊരു ടച്ചും ഇല്ല. ഞങ്ങൾ രണ്ടോ ഞാൻ സാരി എടുത്തു. ആ സംഗതി പറഞ്ഞാൽ ഞങ്ങൾ കിക്കിന്റെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയതാണ്, ഓണത്തിന്റെ പ്രോഗ്രാമിന് കിട്ടിയത്, ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പൊ അതിന്റെ തീം ഇട്ടത് ഒരു വീഡിയോ എടുത്തിന് അല്ലേ. അപ്പൊ അതിന്റെ അടി വന്ന കമന്റാണ്, താൻ മുസ്ലിം അല്ല, ഓണം ആഘോഷിക്കാൻ പറ്റുമോ? അതായത് മുസ്ലിംക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ? കാരണം ഒരു മുസ്ലിം അല്ല എന്ന് പറയേണ്ടത്. ഹിന്ദുക്കൾ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ടോ? ആദ്യം പറയേണ്ടത് എനിക്കതൊക്കെ അറിയാം, ഇത് എന്റെ പണിയെടുക്കുക. ഞങ്ങൾ മുസ്ലിമാണോ ഹിന്ദു ആണോ ഇത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രല്ല ഈ ഓണം ആഘോഷിച്ചവരൊന്നും മുസ്ലിം അല്ല എന്ന് പറയാന് എന്ത് റൈറ്റ്സ് ആണ് എനിക്കുള്ളത്? അതായത് പേര് സെഫിയായോ 6R, നല്ല 6R തന്നെയാണ്. എന്ത് കൊലക്ക കണ്ടാണ് ജഡ്ജി വർത്താനം പറയണ്ടേ? നിങ്ങളെ ഇവിടെ ഉള്ളത് എനിക്കറിയില്ല. ഞാൻ മലപ്പുറം പൂക്കൂട്ടൂരിലാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഓണപ്പരേഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളൊക്കെ പോയിക്കാണ്ട് ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ വിളിക്കലുണ്ട്, ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ നല്ല പോയി ഫുഡ് കഴിക്കലുണ്ട്, ഓണപരിപാടികൾ പങ്കെടുക്കലുണ്ട്, നല്ല പായസം എല്ലാം കുടിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഞങ്ങൾ ഇവിടെ നബിദിനായിരുന്നു. ഞങ്ങളിവിടുത്തെ ഏരിയത്തെ എല്ലാ ഹിന്ദുക്കളും നബിദിനത്തിന് കൂടിയിട്ടുമുണ്ട്. ഒരു പരിപാടിക്കൊക്കെ പോലെ കയ്യിന് ഒരു സംഭവമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെന്താ നമ്മള് മധുര പലഹാരങ്ങൾ കൊടുക്കുക, അതിനൊക്കെ നമ്മളെ ഏരിയ അല്ലേ, നമുക്ക് നമ്മളെ ഏരിയത്തല്ലേ എല്ലോടും സംഭവിക്കുന്ന കാര്യമാണിത്. എന്റെ നാട്ടില് ഏത് ചിറാപ്പുച്ചിലുള്ള എനിക്കറിയില്ല, അവിടെ അങ്ങനെ എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ നല്ല നബിദിനം കഴിഞ്ഞ് ഞങ്ങൾ മൗലൂദ് കഴിഞ്ഞ് നല്ല പെരി കൊടുത്ത് നല്ല ബിരിയാണി നിന്ന് നേരെ പിന്നെ അടുത്ത പോയി കൊടുക്കാൻ കറിയോ? സദ്യ കഴിക്കാനാ അതിന്റെ ഓണസദ്യ സൊസൈറ്റിന്റെ. അത് ഞങ്ങൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഒപ്പം കുത്തന്നെ കഴിച്ച്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒന്നും ഇല്ല. ഞങ്ങളൊരു ഓണത്തിന്റെ ഒരു ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിം ആവാതിരിക്കൂല. എന്ത് വർഗീയ ചിന്തയുള്ള ആളാണ് നിങ്ങള്. എന്താ പറയുക, നിങ്ങൾ എവിടെയും ഓണത്തിന് പോയിക്കാണ്ട് ഒന്നും മുണുങ്ങലില്ല. അത് മുണുങ്ങിക്കാണ്ട് ഉത്തരകാണ്ട് ഇങ്ങനെ കമന്റ് അടിച്ച. ഞാൻ ഒന്നാമത് ഞാനാണ് ബാബുവിന് ഈ കമന്റ് കാണിച്ചു കൊടുത്തത്. അപ്പൊ എനിക്ക് സങ്കടം തോന്നി. എന്താ പറയുക ബാബു, ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ സ്ക്രീനിൽ വെക്കാം. അതും ഇതേ പറഞ്ഞ ഹിന്ദുക്കള് നബിദിനത്തിന് നോട്ടുമാല ഇടണം ബാബു. നോട്ടുമാലൊന്നുമില്ല, ഓല് നേരം വെളുത്തുമ്പോ നീച്ച് പായസവും വെള്ളവും നൽകി രാവിലെ ഏറി കൊടുക്കും. അതിന് ഓല നേരത്തെ നീച്ചു അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല ഹിന്ദുക്കള്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ എല്ലാവരും, എൻ്റെ സുഹൃത്ത് വരയത്ത് ഒരുപാട് ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു പെരുന്നാളായാലോ നമ്മളെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ നമ്മളെന്തായിട്ടുണ്ട്, നമ്മളെ അയൽവാസികൾ ആരാ ഹിന്ദുക്കളുണ്ട്, ഓർക്ക് നമ്മളൊരു കൊടുക്കണം. നമ്മളെ കടമയാണ്. ഓരോ കാത്തുക്കും, ഓർക്ക് സന്തോഷമാണ്. അതേമാതിരി ഓണം വരുമ്പോൾ നമുക്കും നല്ല നാട് നിങ്ങളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ കാരോ നിങ്ങൾ ചിലപ്പോ നാട്ടിൽ പറയാൻ നിൽക്കണ്ട, ഇങ്ങനത്തെ ചിന്തയുള്ള ആളേക്കാരം. അത് വേണം പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഓണം ആഘോഷിച്ച് വിചാരിച്ചെങ്ങാണ്ട് മുസ്ലിം അല്ലാതെ ഇരിക്കോ, അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു പോയിങ്ങാണ്ട് പെരുന്നാളോ നബിദിനോ ആഘോഷിച്ചാണ്ട് ഹിന്ദു അതിരിക്കൂല. ഓണത്തിന് ഔട്ട്ഫിറ്റ് ഇട്ടാണ് വീഡിയോ ചെയ്താൽ നമ്മള് മുസ്ലിം അല്ലാതിരിക്കോ? അതെന്നെ ചോദിച്ചു, എനിക്കതാണ് മനസ്സിലാവാത്തത്. എവിടെ കണ്ടിട്ടാണ് ഈ കമന്റ് ഇട്ടത്? ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പെരുമാറി വർത്താനം പറയാൻ വേണ്ടി. എന്റെ ഫോട്ടോ തീരില്ല ഉണ്ടെങ്കിലേ ഏതായാലും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാലത്ത് ഉണ്ടോ ഈ ജാതി കാലത്ത്? പൊന്നു സഹോദരി, സഹോദരി അറിയില്ല, ഇത് ഫേക്ക് ആണോ? ഞാൻ ആദ്യം എനിക്കെന്താ, ഞങ്ങൾ ഒരുപാട് വിധം കമന്റ് വരുന്നുണ്ട്. ഒരുപാട് കമന്റ് ഞങ്ങൾ മറുപടി തരില്ല, ചെയ്താറുണ്ട്. ഇല്ലാത്ത കമന്റ് നമ്മളെ കുട്ടികൾക്ക് ഇതൊരു വർഗീയം പറഞ്ഞ ആള് ഇതല്ലേ കാലത്ത്. കാരണം ഇന്നലെ നമ്മളെ നബി ജനിച്ച ദിവസമാണ്, നബിദിനാണ്. ഇന്ന് തിരുവോണാണ്. ആഘോഷിക്കാരനെ തലകുത്തി മറിയാന്നല്ല പറഞ്ഞത്, ഒരുപാട് ഓവറാക്കുന്നുണ്ട് ആൾക്കാർ. അതൊന്നല്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെന്താ മാന്യമായ രീതിയിൽ നിങ്ങൾ അതിന് പങ്കെടുക്കുകയും അത് ആ കൈനമാരി ഞങ്ങൾ ആഘോഷിക്കുകയും ചെയ്യും. അതെല്ലാരും ഒരു സന്തോഷമാണ്. അല്ലാതെ വിചാരിച്ചാണ്ട് ഇതൊക്കെ മനസ്സിൽ കുത്തി നിറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അഞ്ചത്ത് നിസ്കരിക്കേണ്ടിരിക്കാണ്ട് എന്നോട് ഹിന്ദുക്ക് കയറുണ്ടാവില്ല, ഓല അമ്പലത്തേക്ക് പോയി കണ്ട് എനിക്ക് ഓലോട് കയറുണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉസ്താദന്മാർ മദ്രസ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയണ്ട്, എല്ലാവരും മനുഷ്യരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജാതി അതിനോടൊന്നും വർത്താനില്ല.
എന്ത് മനസ്സ്. അപ്പോൾ ഞങ്ങൾ വല്ലാതെ ഇതിനെപ്പറ്റി പറയണില്ല അല്ലേ. ഈ ഒരു കമന്റ് നമുക്ക് കണ്ട് 2 വർത്താനം പറയണമെന്നേ തോന്നിയിട്ടുള്ളൂ. ഹിന്ദുക്കൾ പെരുന്നാൾ ആഘോഷിക്കലുണ്ടോ? ഇജ ഇവിടെയുള്ള ചിറാപൂജി ചെങ്ങായ പെണ്ണച്ചറിയില്ല. ഇജ ഇവിടെയുള്ള നിങ്ങളെ നാട്ടിൽ ഹിന്ദുക്കൾ ആഘോഷിക്കാരണ ഹിന്ദുക്കൾ ആഘോഷിക്കാരണാലേ ഓല പെരിയിൽ ചെമ്പ് ബിരിയാണി കണ്ടല്ല. ഓലെന്താ നമ്മള് ഭക്ഷണം ഉണ്ടാക്കിയാണ്ട് ഓലെ വിളിക്കും, ഓല് നല്ല സന്തോഷം കഴിക്കും. അധികം ആൾക്കാർക്ക് നമ്മൾ എൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെ അറിയോ, നമ്മള് പെരുന്നാളൊക്കെ തലേന്ന് നല്ല ഡ്രസ്സൊക്കെ എടുക്കും. ഇപ്പൊ പൊതുവെ കമ്മിയാണ് കുട്ടികളൊക്കെ അത് ഡ്രസ്സ്. ഇപ്പൊ നമ്മള് ഇതായപ്പോൾ ഡ്രസ്സൊക്കെ പൊതുവെ എടുക്കലില്ല. പക്ഷെ ആദ്യം ഡ്രസ്സ് എടുക്കുമ്പോഴും തലേന്ന് മുടിയിട്ടാൻ പോകുമ്പോൾ എല്ലാവരും ഒപ്പാ ഓലും മുടിയിട്ടും തലേന്ന് മുടിയിട്ടും ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാവും. ഓലും ഡ്രസ്സ് എടുക്കും. ഞങ്ങളുടെ നാട് അങ്ങനെ, ഞങ്ങളങ്ങനെ ജനിച്ചു വളർന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇട്ടുണ്ടാക്കണ്ട ദയവ് ചെയ്ത് ഇമാര് കമന്റൊന്നും ആരും പറയില്ലേ. ഞങ്ങൾ വീടിനെ പറ്റി എന്തെങ്കിലും കുറ്റം ധൈര്യമായിട്ട് പറയോളേ. പറഞ്ഞാല് ഞങ്ങൾ നല്ലോണം തരും. നിങ്ങളെ ഇനി ഫോട്ടോ കിട്ടിയിട്ടാണ്. ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യം പറയട്ടെ, ഇതിലിട്ട് കാണാൻ നല്ലോണം പറയാൻ അറിഞ്ഞിട്ടല്ല. ഇതിപ്പോ ആരോടെ എങ്ങനെ പറയാ, ഒന്നുമില്ലാത്തൊരു അക്കൗണ്ട് നമുക്ക് ഇതിനായിട്ട് കൂടുതൽ പറയണ്ട. അത് നിങ്ങൾ ജനിച്ച രീതി, നിങ്ങൾ ജനിച്ച ഇതും അങ്ങനായി, അങ്ങനായി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഇക്കാരം അതെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ അതേമാതിരി ആക്കണം, അല്ല അതേ ചിന്താഗതിക്കാരാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് നിങ്ങള്. ഞങ്ങളിവിടെയൊക്കെ മറ്റേ എല്ലാ കൊല്ലം നബിദിനത്തിന്റെ ഓർക്ക് ഞങ്ങൾ സമ്മാനം വരെ കൊടുക്കുന്നുണ്ട് അവർക്ക്. അതായത് ഹിന്ദുക്കൾക്ക് ഓര് ഞങ്ങൾ അത്രത്തോളം ഞങ്ങൾ സപ്പോർട്ട് ഞങ്ങൾ പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ, അപ്പോൾ ഞങ്ങൾ കഴിയണമായിരിക്കും ഒരു മൊമെന്റ് എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കലുണ്ട് എല്ലാ കുറിയും. അതേപോലെ ഞങ്ങളിവിടെ അജയം എടുക്കലുണ്ട്, അതിനൊക്കെ ഞങ്ങൾ കൊടുക്കലുണ്ട്. ഓർക്കില്ലേ ഓല് നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ഇതിനിടയിൽ ഫോണിന്റെ ചാർജർ പോയി, ആയി. അപ്പോ ആ മൂവ്മെന്റിന്റെ അവസ്ഥ അങ്ങനെ ആ ഒരു എന്താ പറയാ ഫ്ലോണ് പോയി. അപ്പൊ ഏതായാലും എനിക്ക് ഇങ്ങോട്ട് പറയാം, ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനില്ല. കാരണം എന്താ പറഞ്ഞോ, നമ്മളെ ചാനലിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യലും ഇല്ല. ആവശ്യമില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ പൈസ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളും ഞങ്ങളുടേതായ ഫാമിലിയുടെ കാര്യങ്ങളും പോയിക്കോട്ടെ. എന്തിനാണ് അതിന്റെ അടിമയത്തെ വീഡിയോ കമന്റുകൾ ഇടുന്നത്? നിങ്ങൾക്ക് ഞങ്ങളെ വീടിനെ പറ്റി എന്തെങ്കിലും ചീത്ത പറയാനോ നല്ലത് പറയാനോ എന്തും ഞങ്ങളെ പറ്റി പറഞ്ഞോളൂ. ഞങ്ങളെ വീഡിയോനെ പറ്റി ഇത് വർഗീയ കമന്റ് ഒന്നും ഇനി നിങ്ങൾ ഇടല്ലേ ദയവ് ചെയ്ത്. നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ നിങ്ങളെ പേരൻസിനോടോ നിങ്ങളെ ഫാമിലി ആരോടും നിങ്ങൾക്ക് അങ്ങനത്തെ ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഇങ്ങനെ പബ്ലിക്കലി വന്നുകാണ്ട് ഇങ്ങനത്തെ ഒരു കമന്റ് ഇടാനും ഇടരുത് ഒരിക്കലും ഒരാളതിനും പോയി കണ്ട്. അപ്പൊ ഏതായാലും കൂടുതൽ നിൽക്കുന്ന ഞങ്ങൾക്ക് കണ്ടോ പറയാവരോട്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നബിദിനാണ് കഴിഞ്ഞു. ഇന്നലെ ഇന്ന് നബിദിനം, ഇന്ന് ഓണാണ്. അപ്പൊ എല്ലാവർക്കും നബിദിനാശംസകളും ഹാപ്പി ഓണം. അപ്പൊ ഓക്കെ. അതെ.